അവർ ഇത്രയും പേരിടുന്ന എന്റെ കോള് റെക്കോർഡ് ചെയ്യുന്നത് അവർ ഷൂട്ട് ചെയ്തിരിക്കുകയാണ്. അതായത് അവർ എത്ര വലിയ റോങ് ആണ് അവർ ചെയ്തതെന്നുള്ളതിന്റെ തെളിവ് അതിനകത്ത് തന്നെ ഉണ്ട്. ഇന്ന് ഞാൻ ചിലതെല്ലാം ഇവിടെ തെളിയിക്കും. ഞാൻ അറിയാതെ ഓഫീസിൽ നിന്ന് സ്റ്റോക്ക് പോയിരിക്കുകയാണ്. തന്റെ അച്ഛൻ എടുത്ത സ്റ്റോക്കാണോ ദിവ്യ അത്? താൻ വെറും തറയാവരുത്. തന്റെ അച്ഛൻ മൈസൂരിൽ പോയിട്ട് ഉണ്ടാക്കിയ സ്റ്റോക്കാണോ അത്? വ്യക്തിപരമായ ആക്ഷേപം പാടില്ല. വ്യക്തിപരമായ ആക്ഷേപം പാടില്ലെങ്കിൽ നിന്റെ കുടുംബത്തെ ആക്ഷേപിക്കണ. അല്ല, പിന്നെ ആരോട് ചോദിച്ചിട്ട് അത് വിറ്റത്? സഹിക്കണേനെ ചമിക്കണേനും അതിലുണ്ട് കേട്ടാ. ചേച്ചി അതല്ലേ ചേച്ചി പറഞ്ഞത് 50-നകത്ത് ഒരാൾ വെച്ച് എടുത്തിട്ടുണ്ട്. എന്ത് തോന്നിയ സോടെ കാണിക്കണത്? ഇവിടെ ചോദിക്കാനും പറയാൻ ആരുമില്ലേ? 50ന്റെ അപ്പ നേരിട്ടുണ്ടായിരുന്നെങ്കിലുണ്ടല്ലോ ചെപ്പ അടിച്ച പൊട്ടിന് 50ന്റെ അകത്ത് നീ പറഞ്ഞ ഗുണ്ടയാണല്ലേ? ബെസ്റ്റ് ഓഫ് ലക്ക്. നീ 50-നകത്തെന്ന് പറഞ്ഞ വിവരം അറിയും. പൊന്നാര മോളെ, നീ വിവരം അറിയും. ഞാൻ അങ്ങേ അച്ഛൻ പോയ ഇന്ത്യൻ പ്രസിഡന്റ് ആവും. ഇങ്ങേ അച്ഛൻ വന്ന തനി തറയാണല്ലോ. എത്ര രൂപയാണ് പറ്റിച്ചിരിക്കുന്നത് ദിവ്യ? ചേച്ചി അത് നേരത്തെ ഓപ്പൺ ആയിട്ട് തുറന്ന് പറഞ്ഞു. സന്ദർഭം കിട്ടിയതിന്റെ ആവേശത്തില് അങ്ങനെ ഇങ്ങനെ. ഓ, അതൊരു നിമിഷ നേരത്തെ കൈപ്പഴ. ചേച്ചി ഇതിനോട് വിളി നിർത്തിക്കോ, പല്ലടിച്ചാ പൊട്ടിക്കും. എന്നെ അറിഞ്ഞൂടാ. വെറുതെ കിടന്ന് ഒച്ച വയ്ക്കലടി വട്ടുപിശാശൻ. എന്നെ അറിഞ്ഞൂടാ നിങ്ങൾക്ക്. നിങ്ങളോട് നിങ്ങൾ സത്യം പറയാലോ, നിങ്ങൾ എന്റെ മാന്യമായ സൈഡ് മാത്രമേ ഇതുവരെ കണ്ടിട്ടുള്ളൂ. നീ ഇതുവരെ കണ്ട എന്റെ മുഖം ഉണ്ടല്ലോ, അത് ഡീസന്റ് മുഖം. നിങ്ങളെക്കാൾ തറ സൈഡ് എനിക്കുണ്ട്. എന്നെ തറയാക്കലട മോനെ. ഞാൻ ജീവിച്ചിട്ടില്ല. കേൾക്കാൻ വൈകി സുനിച്ചത് ഞാൻ പോകുന്നു പറ. എല്ലാ മുതലാളിമാർക്കും കേറി നിറങ്ങാനുള്ള പുറമ്പോക്ക് ഭൂമിയാണല്ലോ ഈ ഞങ്ങള്. ചേച്ചി അതല്ലേ ചേച്ചി ഞാൻ പറഞ്ഞത് ഒരാൾക്ക് 50-നകത്ത് വെച്ച് ഞങ്ങൾ ഷെയർ ചെയ്ത് എടുത്തിട്ടുണ്ടെന്ന്. ഭയങ്കരി, ഇതിപ്പോ കടുവായ കിടുവ പിടിച്ചതുപോലെ ആയല്ലോ. ഇത് മാത്രം ഉണ്ട് 55,000. അതല്ലാതെ 1000 ടീഷർട്ട് വേറെ. ഈ വേറെ കസ്റ്റമേഴ്സിന് വരാൻ പോകുന്നതേ ഉള്ളൂ. അതും കൂടെ വന്ന് കളക്ട് ചെയ്തിട്ടേ ഞാൻ ഈ വീട്ടിൽ നിന്ന് വട്ടിയൂർക്കാവ് സ്റ്റേഷനിലോട്ട് പോകുന്നുള്ളൂ. രണ്ടിലൊന്ന് നിറഞ്ഞിട്ട് തന്നെ കാര്യം. രണ്ടിലൊന്നല്ല, രണ്ടിൽ രണ്ടൊന്നറിയണം കൊച്ചമ്മ. ജീവനോട് നിങ്ങൾ ഉണ്ടെങ്കിൽ കൊലയ്ക്കാൻ ഞാൻ റെഡിയാണ്. ഞാൻ ആരാണെന്ന് ഈ നാട്ടുകാർ മുമ്പിൽ തെളിയിക്കും. എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുള്ളത് ഞാൻ കാണിച്ചു തരും. നിങ്ങൾ എന്നെ പറ്റിച്ചില്ലേ? ഒരു അബദ്ധം പറ്റിപ്പോയി, നമ്മളെ കൈ വെടിയരുത്. ഞാൻ കൂട്ടാൻ പോവുകയാണ്. മൊത്തം കുടുംബം ഇറങ്ങിയിരുന്നോ? മണ്ണെണ്ണ എടുത്ത് ഒഴിച്ചോണ്ടിരുന്നോ? ഇനി മുതലാണ് ലാൻസ് നായക് മുകുന്ദൻ മേനോന്റെ തനിനിറം കാണാൻ പോകുന്നത്. വളരെ മോശപ്പെട്ട ഒരാളുമായിട്ടാണ് നിങ്ങൾ ഇറങ്ങി തിരിഞ്ഞിരിക്കുന്നത് കളിക്കാൻ. വളരെ മോശപ്പെട്ട ആളാണ് നിങ്ങൾ ഇറങ്ങി. എനിക്ക് ബ്ലഡ് പ്രഷർ വന്നാലുണ്ടല്ലോ വിഷം പിന്നെ മേലോട്ട് കയറും. പിന്നെ ഞാനൊന്ന് കടിച്ചാലുണ്ടല്ലോ നീ ചാവും. ഒരു പെണ്ണാണ് ഞാനൊന്നും പറഞ്ഞത്. നിങ്ങൾ എന്നെ മഴ തിരിഞ്ഞിക്കൊണ്ടിരിക്കുന്നു. ഞാൻ ചേച്ചി സോറി ചേച്ചി. സോറി പുതിയതാ, കുറച്ച് സ്റ്റാൻഡേർഡ് കൂടി പോയോ? തെറിക്കൊക്കെ ഒരേ സ്റ്റാൻഡേർഡ് അല്ലേ? എഴുതി വെച്ചോ. യൂട്യൂബ് ചാനലിലൂടെയും പോലീസ് സ്റ്റേഷനിലൂടെ നിങ്ങളുടെ ഞാൻ ഫ്യൂച്ചർ പോലെ യൂട്യൂബിലൂടെ നിങ്ങളുടെ സ്റ്റേജ് ഞാൻ തൊലച്ചു. നിങ്ങൾക്ക് ലോകത്തെവിടെയും പോവാൻ പറ്റാത്ത രീതിയിൽ ഞാൻ ആക്കും. നീ ഉണ്ടല്ലോ ഈ കോളൊക്കെ നീ റെക്കോർഡ് ചെയ്യോ എന്ത് കുന്തം ചെയ്ത് നീ പുറത്തുവിട്ടാലും എനിക്ക് പ്രശ്നമല്ല. മനസ്സിലായില്ലേ? തൽക്കാലം ഇത്രയും മതി. ബാക്കി ഇത്രയും ഞാൻ നിന്നെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചോളാം. പിന്നെ പ്രഗ്നന്റ് ആയിട്ടുള്ള ഒരാളെ മാനസികമായി നിങ്ങൾ പീഡിപ്പിച്ചു. ഞാൻ അതിനും നിങ്ങളുടെ പേര് കേസ് കൊടുക്കുന്നുണ്ട്. ഏതായാലും ഈ നിമിഷം മുതൽ നമുക്ക് എന്തും നേരിടാൻ തയ്യാറായി.